എന്നാൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ വീട്ടിൽ എണീറ്റത് ചോറ് കഴിക്കുന്ന ടൈമിലാണ് മാത്രം. ചോറ് കഴിക്കാണ്ട് കിച്ചണിൽ പോയി ചോറിൽ കൈ കുത്തിയേക്കാണ് മാഡം വിളിക്കണം സലൂണ് പോകണം പറഞ്ഞിട്ട്. ചോറ് റാപ്പ് ചെയ്ത് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവർക്ക് പിന്നെ നമ്മൾ തിന്നാനും വേണ്ടില്ല കുടിച്ചാലും വേണ്ടില്ല നമ്മുടെ മൈൻഡാണ്. അങ്ങനെ മാഡത്തിനടുത്ത് നേരെ സലൂണിൽ ഉണ്ടാക്കി കൊടുത്തു. സലൂൺ പിന്നെ മാൽക്കനയുടെ ബാക്കിൽ. മാഡത്തിന് സലൂണിൽ ഇറക്കി കൊടുത്തു. മാഡം പറഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കാമെന്ന് എന്നോട് വീട്ടിലേക്ക് പോയിക്കോളം പറഞ്ഞ് വീട്ടിൽ എത്തി. പിന്നെ ചോറൊക്കെയായിരുന്നു. ഇനി സമാധാനമായിട്ട് ഇന്ന് കഴിക്കാം. പിന്നെ അലയിൽ നിന്ന് കൊണ്ട് നല്ല അസലും മോരുണ്ടായിരുന്നു, ആ തോട്ടത്തിൽ നിന്ന് കൊടുന്നതാണ്. പിന്നെ അതും കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ കുറച്ച് ആകുമ്പോഴത്തേന് ലോണ്ടറി പോകാണ്ടായിരുന്നു. എൻ്റെ ബ്ലാങ്കറ്റ് കഴുകാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെന്ന് നോക്കുമ്പോൾ അവനും അവിടുത്തവന് ചോറ് കഴിക്കാൻ പോയേക്കാം. അങ്ങനെ അവിടെയും കുറച്ച് നേരം പോസ്റ്റ് കിട്ടി. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മാഡത്തിൻ്റെ അനിയത്തി വന്നിട്ടുണ്ടല്ലോ ഇന്ന്. ഇപ്രാവശ്യം അല്ല എനിക്ക് പോയില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയത്. മാഡത്തിൻ്റെ അനിയത്തി വിളിച്ചിട്ട് ഹയാത്തി പോകണം പറഞ്ഞു. ഹയാത്തി പറഞ്ഞ ടൈലർ ഷോപ്പാണ്. അപ്പം നമ്മളെ ഷാബിയയിലൊക്കെ എടുക്കണത്. അങ്ങനെ മാഡത്തിന് അവിടെ ഇറക്കി കൊടുത്ത് പാർക്കിങ്ങിലാണ് നോക്കുമ്പോൾ മെഷീനൊന്നും വർക്ക് ചെയ്യുന്നില്ല. മെഷീൻ വർക്ക് ചെയ്യാണ്ടല്ല, ഷാബി ഏരിയയിലൊക്കെ ഇപ്പോൾ അടുത്താണ് പാർക്കിംഗ് ഏരിയ വന്നത്. അതിൻ്റെ ഒരു ഓപ്പൺ ആവേണ്ട ടൈമാണ് തോന്നുന്നുണ്ട്. അതിനപ്പുറത്ത് ചായക്കടയിൽ നിന്ന് ചായം കുടിച്ച് പാർക്കിങ്ങിൻ്റെ വണ്ടി വണ്ടി നോക്കി നിന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മാഡം വിളിച്ച്. പിന്നെ വീട്ടിലെത്തി. പിന്നെ ഇന്ന് രാത്രിയൊക്കെ ബർഗറായിരുന്നു, അതും കഴിച്ചിരുന്നു അവിടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ വരാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.